Good morning, ladies and gentlemen. Welcome to your favorite tech news, Chai with Tech with Call Me Shazam. ഇനി ആരും പറയരുത് ഞാൻ വെറുതെ വെള്ളം മാത്രമാണ് കുടിക്കണമെന്നുണ്ട് പുകയൊക്കെ പറഞ്ഞുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റേ അഗർബത്തി കത്തിച്ച് മറ്റേ കപ്പി വെച്ചേക്കുകയല്ല, അതൊക്കെ സിനിമാക്കാരുടെ പരിപാടി. നല്ല ചായ. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഒരുപാട് നാളായി എന്ന് എനിക്കറിയാം ചായ വിത്ത് ടെക് വന്നിട്ട് നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാലും നമുക്ക് സമയം കളയാതെ ഷടപടയെന്ന കാര്യം പറഞ്ഞിട്ട് പടപടയെന്ന് പോവാം. ബിക്കോസ് രാവിലെ എല്ലാവരും ഇതൊരു ഇങ്ങനെ കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്തോ ഒക്കെ ആയിരിക്കും ചായ വിത്ത് ടെക് കാണുന്നത്. അവരെന്തായാലും ആ പരിപാടികളൊക്കെ ചെയ്യട്ടെ. നമുക്ക് ചാടിക്കടന്ന് കുറച്ച് ന്യൂസുണ്ട്. ആ ന്യൂസും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട് നോക്കി പോട്ടെ. ശരി എന്നാൽ ആദ്യം തന്നെ മോട്ടോറോളയുടെ എഡ്ജ് 70 Pro എന്ന് പറഞ്ഞ ഫോൺ റിലീസായിരിക്കുകയാണ്. 38,999 രൂപയാണ് ഈ ഫോണിൻ്റെ വില. 256 GB ആണ് വരുന്നത്. UFS സ്റ്റോറേജ് 4 ഒക്കെയാണെന്ന് തോന്നുന്നു. LPDDR5X 4X RAM ഒക്കെയാണ്. ഡിമെൻസിറ്റിയുടെ 8500 ചിപ്സെറ്റ്, 6500 mAh ബാറ്ററി എന്ന് പറയേണ്ട. വയർലെസ് ചാർജിങ് കഴിഞ്ഞ വർഷത്തെ 60 Proയിൽ വയർലെസ് ചാർജിങ്ങും ഒരു 3x മറ്റേ സൂം മറ്റേ ഒപ്റ്റിക്കലും ഉണ്ടായിരുന്നു. അതെടുത്ത് കളഞ്ഞ് ഡൗൺഗ്രേഡ്, എന്നിട്ട് വിലയും കൂട്ടി. നമ്മളെ കാലഘട്ടം ഇപ്പം വളരെ മോശമാണ്. ഒന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോൺ മേടിക്കാനാണ് ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വർഷം ഇറങ്ങുന്ന ഫോണെന്ന് പറഞ്ഞാൽ മൊത്തം ഡൗൺഗ്രേഡും എന്നിട്ട് വിലയും കൂട്ടും. സാധനങ്ങളൊക്കെ എടുത്ത് കളയും, വില കൂട്ടും. സാധനങ്ങളെടുത്ത് കളയും, വില കൂട്ടും. നല്ല രസമാണ്. മറ്റേ സാംസങ് A57 കേസ് ഞാൻ പറയണ്ടല്ലേ, അതൊക്കെ മേടിക്കണവന്മാരൊക്കെ വെറും മൊണ്ണാളാണ് കേട്ടോ. എനിക്ക് ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും പറയാറില്ല. പക്ഷേ ഡോൺ ബി എ മൊണ്ണ. 57,000 രൂപ ആ ഫോണിന് മുടക്കണവൻ്റെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മാമനെ, മച്ചാനെ, മാമിയെ, അച്ഛനെ, അമ്മയെ, അപ്പൂപ്പനെ, അമ്മൂമ്മയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാം. എസ്പെഷ്യലി പെൺകുട്ടികൾ. ഈ പെൺകുട്ടികളൊന്നും എൻ്റെ ഈ ന്യൂസ് ചാനലൊന്നും കാണത്തൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന സാധനം അത് വളരെ, അതായത് പെൺകുട്ടികൾ ഞാൻ പറഞ്ഞാൽ വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. എല്ലാവരും ഒന്നും കാണത്തില്ല. അവർക്ക് അതിനുള്ള സമയമില്ല. അവർ പറയുന്നത് പറഞ്ഞാൽ നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ മനസ്സിലാവുന്ന ചെറുക്കന്മാരും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. മറ്റേ ഫോട്ടോ ക്ലാരിറ്റി, വീഡിയോ ക്ലാരിറ്റി എന്നൊക്കെ പോയിട്ട് മറ്റേ മൂക്കും കുത്തി പോയി ആ A57 ചാടല്ലെന്ന്. എനിക്ക് മോട്ടോറോള എഡ്ജ് 70 Proനെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണെന്നാണ്. അല്ലാതെ ഇതിനേയും കാട്ടിലും ബെറ്ററാണ് ഇപ്പോൾ ഇറങ്ങിയ നോഡ് 6 OnePlusൻ്റെ. അതിൻ്റെ റിവ്യൂ ഉടനെ വരുന്നുണ്ട്. ആൻഡ് മോട്ടോറോളയെ പറ്റി ഓപ്പൺ ആയിട്ട് ഇനി വിമർശിക്കാൻ പറ്റില്ല. അവന്മാർ കേസ് കൊടുക്കുകയാണ് ക്രിയേറ്റേഴ്സിനൊക്കെ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവന്മാരെ സർവീസ് മോശമെന്നും ക്യാമറ പോരാന്നും സോഫ്റ്റ്വെയർ നിറച്ചും ബഗ്ഗാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാസ് കൊടുക്കുമെന്ന്. ഇതൊക്കെ ഏത് കോപ്പിലത്തെ പരിപാടിയുടെ ഈ കാണിക്കണം. നീയൊക്കെ ആരെയാണ് ഈ വാ മൂടിക്കെട്ടാൻ നോക്കണം? പറയാനുള്ളത് പറയണം. എഡ്ജ് 70 Proയിൽ ഒരുപാട് ഡൗൺഗ്രേഡ്സ് വന്നിട്ടുണ്ട്. എന്നിട്ട് അവർ ഇതിനേയും കാട്ടിലും ബെറ്റർ കഴിഞ്ഞ വർഷം ഇറങ്ങിയ എഡ്ജ് 60 Pro മേടിക്കാനാണ്. വിലയും കുറവാണ്, 30,000-32,000 രൂപയേ ഉള്ളൂ. അതാണ് ഒരു ബെറ്റർ ഫോൺ. ഇത് 40,000 രൂപയ്ക്ക് ഒരു കിണ്ടിയില്ല. ചുമ്മാ ഒരു ചിപ്ചേച്ചി മുച്ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു കാര്യമില്ല. അതിലൊന്നും ഇല്ല. ഞാൻ മലയാളത്തിൽ പറയണം, അടുത്ത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോൺ മേടിയിട്ടേ അത് തന്നെ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ടിം അണ്ണന് വിട. പിന്നെ പുള്ളിയുടെ പേരെന്താണ്, ജോൺ തെർമുസ്, അങ്ങനെ അല്ലേടേ, തെർനസ്. ജോൺ തെർനസ് ആണ് പുതിയ CEO. ആൻഡ് പുള്ളി ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ M1 ചിപ്പിൻ്റെയൊക്കെ മെയിൻ തലവനാണ് പുള്ളി. ഹാർഡ്വെയർ സ്പെഷ്യലിസ്റ്റാണ്. പിന്നെ ഇപ്പോഴത്തെ iPhone 17 ഇതൊക്കെ പുള്ളിയുടെ ഒരു കനവിധങ്ങളാണ്. പിന്നെ ടിം കുക്ക് ഒരേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആപ്പിൾ വാച്ചൊക്കെ ടിം കുക്കിൻ്റെയാണ്. ആപ്പിൾ വാച്ച് വിഷൻ പ്രോ സൂപ്പറാണ്, വിഷൻ പ്രോ ഒക്കെ. അപ്പോൾ അങ്ങേരാകെ ചെയ്തതെന്ന് പറഞ്ഞാൽ അയാൾ ഒരു 500 ബില്യൺ വെറുത്തായിരുന്നൊരു ബ്രാൻഡിനെ അയാൾ ഒരു 1 to 2 ട്രില്യൺ ആക്കി. അത് അയാളുടെ ഒരു ലോജിസ്റ്റിക് തലയും ഒക്കെ വെച്ചിട്ട് അയാളൊരു പണിഞ്ഞ്. അല്ലാതെ അയാൾ ഉണ്ടായിരുന്ന സമയത്ത് യാതൊരു രീതിയിലുമുള്ള ഒരു കിണ്ടിയും ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? അയാളെ കോള് ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അയാളൊരു പെൻസിൽ, ആപ്പിൾ പെൻസിലുണ്ടല്ലോ, ആ സ്റ്റീവ് ജോബ്സിന് മറ്റേ സ്റ്റൈലസ് ഇഷ്ടമല്ല. അയാളാണ് മറ്റേ ആപ്പിൾ പെൻസിൽ മറ്റേ ഈ പറയുന്ന ഇലസ്ട്രേഷൻ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആക്കിയൊരു സാധനമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അയാളെ വലിയ താല്പര്യമുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അയാൾ വലിയ കിണ്ടി എന്നൊക്കെ പറഞ്ഞു. ഒരു സ്റ്റീവ് ജോബ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അയാൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ടിം കുക്ക് ഈസ് എ ബിസിനസ് മാൻ, നല്ല ഒരു ബിസിനസ് മാനും അതൊക്കെയാണ്. അയാളിപ്പോൾ ഉടനെ തന്നെ 2030 ആപ്പിളിൻ്റെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് കാർബൺ ന്യൂട്രൽ ആണ് എന്നാണ്. അതായത് പ്ലാസ്റ്റിക് പോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാതിരിക്കുക, വെള്ളം അമിതമായിട്ട് വേസ്റ്റ് ചെയ്യാതെ യൂസ് ചെയ്യുക. ഐഫോൺ തന്നെ റീസൈക്കിൾ ചെയ്തിട്ട് പുതിയ ഫോണുകൾ, അതായത് പഴയ ഫോണുകളിൽ നിന്ന് സാധനങ്ങളെടുത്ത് പുതിയ ഫോണിലോട്ടൊക്കെ വെക്കുക. ഇതാണ് ആപ്പിളിൻ്റെ ഒരു മെയിൻ
അജന്ത ഫോർ 2030. ഇപ്പോൾ ഇറങ്ങിയ നിയോ ഇല്ലേ, മാക് ബുക്ക് നിയോ, അത് ഒരു 60% റീസൈക്കിൾഡ് സാധനങ്ങളാണ് ആ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു മെയിൻ ഫോക്കസ്. എന്തായാലും കുറേ കൂടെയൊക്കെ ഹാർഡ്വെയറിൽ കുറേ കിടിലം സാധനങ്ങൾ നമുക്കിനി പ്രതീക്ഷിക്കാമെന്ന് എനിക്കൊരു എവിടെയൊക്കെയോ ഒരു ഇതുണ്ട്. അത് നമുക്ക് നോക്കാം. പയ്യൻ ഒത്തിരി യങ്ങുമാണ്, കുറച്ചും കൂടെയൊക്കെ റിസ്ക് എടുക്കാൻ സാധ്യതയുള്ള ഒരു ടീമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് സംഭവിക്കാം, നമുക്ക് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. പക്ഷേ ആപ്പിളിൻ്റെ ഇത് താഴത്തൊന്നുമില്ല. പകുതി കടിച്ച ആപ്പിളിൻ്റെ ബ്രാൻഡ് വാല്യൂ എന്നും തട്ട് മുകളിൽ തന്നെ ഇരിക്കും. അതിപ്പോൾ ചൈന ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ലോകത്തെ എല്ലാവരും ഈ പറയുന്ന ആൻഡ്രോയിഡിൽ നിന്നും ആപ്പിളിലോട്ട് മാറുകയാണ്. അതൊരു ഹാർഷ് റിയാലിറ്റി തന്നെയാണ്. അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരിക്കലും ആപ്പിളിനെ ഇനി താഴെ ഇറക്കുക എന്ന് പറയുന്ന പരിപാടിയൊന്നും ഇനി ആരും മനക്കൊട്ട വയ്ക്കേണ്ട, നടക്കില്ല. ദേ ഹാവ് എ വെരി ലോയൽ ഫാൻ ബേസ് ആൻഡ് യൂസർ ബേസ്. അവരെ താഴെ ഇറക്കാൻ പറ്റില്ല. ഇനി ഏത് ഫോൾഡ് കൊണ്ടുവന്നാലും എന്ത് കൊണ്ടുവന്നാലും ആപ്പിൾ തന്നെ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാനെ പറ്റി റീലും വീഡിയോ ഒക്കെ ഇട്ട് ഐക്യുവും വിവോയിലും ഒരു മാത്രമായി ഒരു സ്പാമേഴ്സ് അല്ലെങ്കിൽ സ്കാമേഴ്സ് മറ്റേ എന്നിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അലേർട്ടൊക്കെ ഇട്ടിട്ട് അവർ പൈസ തട്ടിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ പറയണം. ഒന്നാമത്തെ കാര്യം, ഏതോ ഒരു ഒരുത്തൻ്റെ കമൻറ്റ് ഞാൻ കണ്ടു കേട്ടോ, നീ വെളുപ്പിക്കാൻ വന്നതാണെന്ന്. അതായത് അവൻ്റെ തലയ്ക്കകത്ത് അവൻ വിചാരിച്ച് വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ വിവോയും മറ്റേ ഐക്യുവും ഒക്കെ ഇരുന്ന് നമ്മളെ പൈസ മോട്ടിക്കാമെന്ന് പറഞ്ഞ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവന്മാർ പിടച്ച് വിടണമെന്നാണ്. ഇത്ര വിവരമില്ലാത്തവനെയൊക്കെ നീയൊന്നും ഈ ചാനലിൽ വരല്ലേ കേട്ടോ. ഞാൻ കാര്യമായിട്ടും പറയണം, ദൈവത്തിന് ഓർത്ത് ഇറങ്ങിപ്പോടെ. ഇത്രയ്ക്ക് പോലും മൊണ്ണ ബുദ്ധിയുള്ളവർ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എങ്ങനെയാടാ? അപ്പോൾ നീ എന്തോന്ന് പറയണം, ആപ്പിളും അവന്മാരൊക്കെ എന്താണ് നിസ്സാരമായിട്ട് നിൻ്റെയൊക്കെ കാശടിച്ചുകൊണ്ട് പോകാം. എല്ലാ ഫോണിലും അതല്ലേ കിടക്കണത്. ആപ്പിൾ പേ, മറ്റേ പേ, ഗൂഗിൾ വാളറ്റ്, ഇതെല്ലാം കിട്ടിട്ടില്ലേ? അതൊക്കെ കമ്പനിക്ക് പാടുന്നാണോ വിചാരിച്ചുകൊണ്ടിരിക്കണം അടിച്ചുകൊണ്ട് പോയി? എടാ, ഏത് ലോകത്തടാ നീയൊക്കെ താമസിക്കണം? ഏത് കമ്പനിയാടാ അങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ചിട്ട് നിങ്ങളെ കാശ് എടുത്തുകൊണ്ട് പോകണ? അത് ഇവിടുത്തെ മനുഷ്യരാണ് അളിയ. അവരാണ് സ്പാം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. അല്ലാതെ കമ്പനിക്ക് നിൻ്റെ കാശ് വേണ്ട. ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ചിട്ട് അവന്മാർ നിൻ്റെ ബാങ്കിൽ കിടക്കണം മൊത്തം അവന്മാരെ കീശയാക്കാൻ, അങ്ങനെ ആക്കാൻ വേണ്ടി അവന്മാർക്ക് തന്നെ ഇങ്ങനെ മതി. ഒരുത്തനും അറിയത്തോലും ഇല്ല. അവർ ചെയ്യാത്തത് അവരെ എത്തിക്സും അവന്മാരെ ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ച് കമ്പനിയോടെ അങ്ങ് തീരും, പുകയും. മനസ്സിലായ? ഇത് അവരല്ല, ഇത് വേറെ ആൾക്കാരുടെ ഹാക്കേഴ്സുടെ അവന്മാർ ചെയ്യുന്നതാണ്. ഈ ലിങ്ക് ഞാൻ പറയേ, ഈ ലിങ്ക് എന്ന് പറഞ്ഞ സാധനം മെസ്സേജസിൽ മാത്രമല്ല ഇമെയിൽസിൽ വരും, എല്ലാത്തിലും വരും. സൂക്ഷിച്ചും കണ്ടു ഇരുന്നില്ലെങ്കിൽ ആ ഒരു ഒറ്റ ക്ലിക്ക് മതി, നിൻ്റെയൊക്കെ തുണിയില്ലാത്ത ജട്ടി മാറുന്നവരെ അവന്മാർ പൊക്കിയെടുത്തിട്ട് നെറ്റിയിടും. അതാണ് അവസ്ഥ. ഒരു കാരണവശാലും ഒരു ലിങ്കിൽ തൊടരുത്. ആപ്പിളിലും ഉണ്ട് ഈ സെയിം പ്രോബ്ലം. ആപ്പിളിൽ മറ്റേ മെസ്സേജിലൊക്കെ വരും, ഞാൻ മറ്റേ എന്തോന്ന് ദുബായ് കസ്റ്റംസിൽ നിന്നാണ്, ഇവിടെ DHL നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. നിങ്ങൾ മറ്റേ പൈസ തരണമെന്ന് പറഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ ആപ്പിൾ മറ്റേ ഉണ്ടല്ലോ വാളറ്റ്, അത് അവന്മാർ ആക്സസ് ചെയ്യും. അങ്ങനെയൊക്കെ നടക്കണുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ട് ആരും സേഫൊന്നും അല്ല കേട്ടോ. അത് നീ കമ്പനിയാണ് ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ പറയണ തമാശയൊന്നും ഇറക്കല്ലേ അളിയ. ഇതുപോലെയൊക്കെ മണ്ടനാവല്ലേ. ഞാൻ അതാണ് പറഞ്ഞത്, എന്തോ ആയിരിക്കും, ഒരു ലോകോത്തര മണ്ടനാവരുത്. പിന്നെ അങ്ങ് ചൈനയിൽ ഓപ്പോ ഫൈൻഡ് എക്സ് 9s, എസ് പ്രോ, ഓപ്പോ ഫൈൻഡ് എക്സ് 9 അൾട്ര, ഈ 3 ഫോണുകളും ഇറങ്ങിയിരിക്കുകയാണ് ചൈനയിൽ. കിടുക്കാച്ചി ക്യാമറ സെറ്റപ്പിലൊക്കെയാണ് അൾട്ര വരുന്നത്. ഞാൻ അന്ന് പറഞ്ഞ പോലെ 10x ഒപ്റ്റിക്കൽ, 200 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോയും, ഒരു നോർമൽ അൾട്രാ വൈഡ്, പിന്നെ ഒരു 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് എന്ന് പറയേണ്ട മെഗാ ഫോണായിട്ടാണ് ഓപ്പോ ഈ വർഷം മറ്റേ അൾട്ര ഇറക്കുന്നത്. മിക്കവാറും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്പർ 1 ഒപ്പോസിഷൻ അവന്മാർ കൊണ്ടുപോകും. മറ്റേ ഇവിടെ ഇന്ത്യയിൽ മിക്കവാറും X9 അൾട്ര ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ഫൈൻഡ് എക്സ് 9s എന്ന് പറഞ്ഞ ഫോണും ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ബാക്കി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഫോൺ എന്തായാലും ഒരു അടുത്ത മാസം അറിയാം വരുമോ ഇല്ലേ എന്ന്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ OnePlus Nord 6 സോൾഡ് ഔട്ടായിട്ടിരിക്കുകയാണ്, തീർന്നു. ആൾക്കാരൊക്കെ മേടിച്ച്. അപ്പോൾ ആ ലെവലിലാണ് OnePlus ബ്രാൻഡ്. ഞാൻ പറയില്ലേ, എമാർ എന്തുകൊണ്ടാണ് ഓഫ്ലൈൻ മാർക്കറ്റൊക്കെ നിർത്തി കണ്ടം വഴി ഓടണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും അവന്മാരെ പുതിയ ഫോണുകൾ വരുന്നു. May 7 Nord CE6 Nord CE6ഉം Nord CE Lite 6ഉം വരുന്നുണ്ട്. Nord CE6ൽ ചിപ്സെറ്റ് 7s Gen 4 ആണ്, മറ്റേ സ്നാപ്ഡ്രാഗണിൻ്റെ 144 Hz റിഫ്രഷ് റേറ്റ്, 8000 mAh ബാറ്ററി എന്നൊക്കെ പറയേണ്ട സ്പെക്കൊക്കെ ആയിട്ടാണ് വരുന്നത്. മിക്കവാറും ഒരു 30,000 രൂപയായിരിക്കും. ബിക്കോസ് Nord 6ന് 39. അപ്പോൾ Nord CE6 പണ്ട് 25,000 എന്ന സാധനം 30,000 ആവും. അതായത് പണ്ട് അതിന് എനിക്ക് വേറൊരു കേസ്, കഴിഞ്ഞ വർഷം ഇറങ്ങി Nord CE5 എടുക്കാനും ഒരു കുഴപ്പമില്ല, ചുമ്മാ എടുത്തോ, ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല ഫോണിന്, നിങ്ങൾക്ക് അതും എടുക്കുക. അതേപോലെ ഫെബ്രുവരി 2027
കിടില ന്യൂസാണ് കേട്ടോ. ഇത് ആപ്പിളും സാംസങ്ങും ബാക്കിയുള്ളവന്മാരൊക്കെ എങ്ങനെ ഇത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. EU പുതിയൊരു പണിയായി വന്നിട്ടിരിക്കുകയാണ്. EUവിൻ്റെ ലീലാവിലാസങ്ങൾ. EU പറയുന്നു 2027, അതായത് 2027 മസ്റ്റായിട്ടും നാട്ടുകാർക്ക് ബാറ്ററി മാറ്റാൻ പറ്റുന്ന സെറ്റപ്പിൽ എല്ലാ ഫോണുകളും മാറണം. മിക്കവാറും എല്ലാ ബ്രാൻഡുകളും യൂറോപ്യൻ യൂണിയൻ ഇറങ്ങും. മിക്കവാറും യൂറോപ്യൻ യൂണിയൻ തന്നെ ഏതെങ്കിലുമൊക്കെ 2-3 ഫോൺ ബ്രാൻഡ്സ് കണ്ടുപിടിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നീയൊക്കെ തെണ്ടും. എനിക്ക് തോന്നുന്നില്ല ആപ്പിൾ ആയിക്കോട്ടെ സാംസങ് ആയിക്കോട്ടെ ആരും റിമൂവബിൾ ബാറ്ററി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അവരെ ബ്രാൻഡ് ഈ പറയുന്ന ഓരോ സ്ഥലത്ത് തുടങ്ങുമെന്ന് എനിക്ക് തോന്നണില്ല. ഇത് മറ്റേ ചുമ്മാ സോഫ്റ്റ്വെയറിൽ മറ്റേ 2-3 മറ്റേ ഇടണ പോലെ അല്ല. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ ഒരു അച്ച് തന്നെ വേറെ അടിക്കണം. അതായത് ലിറ്ററലി പഴയ നോക്കിയൊക്കെ പോലെ ബാറ്ററി മാറ്റണമെന്ന്. പിന്നെ എത്ര 5 വർഷത്തെ ബാറ്ററി വാറണ്ടി എന്തൊക്കെയാണ് കൊടുക്കണമെന്നൊക്കെ പറയും. ഭയങ്കര സീനടേ ഈ ഒരു പരിധി വരെയൊക്കെ നൈസായിരുന്നു. ഇപ്പോൾ ഒത്തിരി ചൊറിയാൻ തുടങ്ങി. ഇതൊക്കെ നടക്കും. ഇതൊക്കെ പഴഞ്ചൻ 1942 അങ്ങനെയല്ല, പഴയ കാലത്തെ ടെക്നോളജി അല്ലേടെ ഈ ഫോണിലെ ബാറ്ററി മാറ്റണയൊക്കെ. ഇനിയിപ്പോൾ അത് എന്തിനാണോ എന്തോ എനിക്കറിയണം. എന്തിനാണെങ്കിലും ഫെബ്രുവരി 2027 തൊട്ട് അത് ആക്കണമെന്നാണ് EU പറഞ്ഞേക്കുന്നത്. അതേപോലെ മെയ് 6 അങ്ങ് ഇന്ത്യയിൽ നമുക്ക് ഈ വിവോ X300 FEയും X300 അൾട്രയും റിലീസാവാൻ പോവുകയാണ്. വിവോ X300 അൾട്ര എങ്ങനെ പോയാലും ഒരു 1.5 ലക്ഷം രൂപ വരുമായിരിക്കും. ഐ തിങ്ക് സോ. 1.5 അല്ലെങ്കിൽ 1.4. സാംസങ്ങിൻ്റെ മറ്റേ ഫോണില്ലേ S26 അൾട്ര ആ വില വരും. എന്തായാലും X300 അൾട്ര ഇന്ത്യയിൽ ലോഞ്ച് ഉണ്ട്. അതേപോലെ തന്നെ X300 FE. X300 FEയിൽ മറ്റേ സാധനമാണ് ടെലി കൺവേർട്ടറൊക്കെ ഇവിടെ വിൽക്കും. മറ്റേ മുന്നിൽ സൂം ഇൻ ഫോട്ടോ ഒക്കെ എടുക്കാൻ. X300 FEയിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 5 ചിപ്സെറ്റാണ് ഇരിക്കുന്നത്. 8 മെഗാ പിക്സലിൽ അൾട്രാ വൈഡും 50 മെഗാ പിക്സലിൽ 2 സെൻസറും ടെലിഫോട്ടോയും വൈഡും. ഫ്രണ്ടിൽ 50 മെഗാ പിക്സൽ വലിയ ബാറ്ററി മറ്റേത് മറിച്ചത് തേങ്ങ മാങ്ങ ഒക്കെ വെച്ചിട്ടാണ് ഈ സാധനം ഇറങ്ങുന്നത്. 60,000 രൂപ വരെ പ്രൈസ് റേഞ്ചിലായിരിക്കും X300 FE ഇറങ്ങാൻ പോകുന്നത്. എനിക്ക് മനസ്സിലാവില്ല അങ്ങനെയാണ്. അപ്പോൾ ഇതൊന്നെങ്കിൽ 65,000 ആയിരിക്കും. ബിക്കോസ് 60,000 രൂപയ്ക്ക് ഓൾറെഡി വിവോ X200T ഉണ്ട്, വിച്ച് ഈസ് ഓൾസോ എ ഗുഡ് ഫോൺ. അതിൻ്റെ ഇടയിൽ ഈ ഫോൺ എനിക്കറിഞ്ഞുകൂടാ. ഇതൊക്കെ എന്തോ നടക്കണത്. പ്രൈസിങ്ങും ലോഞ്ചിങ്ങൊക്കെ എന്താണ് നടക്കണതെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ആൾക്കാരെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്നത് എന്തിനാ? നമുക്ക് നോക്കാം, ഫോൺ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. റോബോട്ടുകൾ മാരത്തോൺ ഓടി. ആൻഡ് ഹോണറിൻ്റെ റോബോട്ടാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. മനുഷ്യരും റോബോട്ടുകളും തമ്മിൽ ഓടി മാരത്തോൺ. മനുഷ്യനെ 10 മിനിറ്റ് മുന്നേ മനുഷ്യൻ എത്തണമെന്ന് 10 മിനിറ്റിന് മുന്നേ റോബോട്ട് എത്തി എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള റോബോട്ടൊക്കെ മറ്റേ ബാറ്ററി ഒന്നും ഇല്ലാതെ കുഴഞ്ഞ് വീണ്. പക്ഷേ ഓടണ റോബോട്ട് സൂപ്പറായിട്ട് ഓടി ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ മനുഷ്യരും മാരത്തോൺ, ഹാഫ് മാരത്തോൺ കേട്ടോ, ഫുൾ മാരത്തോണൊന്നും അല്ല, ഹാഫ് മാരത്തോണാണ് ഓടിയത്. 12 കിലോമീറ്റർ എന്തോണോ ഹാഫ് മാരത്തോൺ. അപ്പോൾ എന്തിനാണെങ്കിലും റോബോട്ട് ഇപ്പോൾ റേസിങ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ചുമ്മാ പറയണമല്ല കേട്ടോ. റോയിറ്റേഴ്സിൽ കയറുന്ന യൂട്യൂബിൽ കിടപ്പുണ്ട്. ഓണറിനാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത് ഹാഫ് മാരത്തോൺ ഓടിയത്, ചൈനയിൽ ബീജിങ്. അപ്പം ഓണറിന് ഉടനെ തന്നെ നമ്മൾ ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ ചായയൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ടൊരു റോബോട്ട് കൂടെ കാണും. എൻ്റെ ഈ ചായയൊക്കെ ഒഴിച്ചു തരണയൊക്കെ ഒരു റോബോട്ടായിരിക്കും. സർ മേ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പോകും. ഭയങ്കര രസമായിരിക്കും. 10 വർഷം, ഒരു 10-15 വർഷം പിടിച്ചു, ഒരു 10-15 വർഷം. അതുപോലെ സബ്സ്ക്രിപ്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല, അങ്ങ് വാട്സാപ്പിലും ഉണ്ട്. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പണ്ട് വാട്സാപ്പ് പെയ്ഡ് ആവുമെന്ന്. ഓർമ്മയുണ്ട? പൈസ കൊടുക്കേണ്ടി വരും എന്നൊക്കെ. അതല്ല, വാട്സാപ്പ് ഫ്രീ ആണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റിക്കർ, ബാക്ക്ഗ്രൗണ്ട്, മറ്റേ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വാട്സാപ്പ് പ്ലസ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ. അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടും. അതാണ്. അല്ലാതെ വാട്സാപ്പ് യൂസ് ചെയ്യാൻ പൈസ കൊടുക്കേണ്ട, അത് ഫ്രീ തന്നെ. പക്ഷേ എൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. അതിൽ ഞാൻ തുണിയും മണിയൊക്കെ ഉടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റേതായ ഫോണിൻ്റെയൊക്കെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ അങ്ങനെയൊക്കെ വളരെ റോ ആയിട്ട് പെട്ടെന്ന് മറ്റേ മൊബൈൽ ക്യാമറ വെച്ച് ഇടുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് വരാം. അതുവഴി നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മളൊക്കെ മെയിൻലി സ്വന്തം കാശ് കൊടുത്തിട്ടൊക്കെയാണ് ഓരോ പ്രോഡക്റ്റ് മേടിക്കുന്നത്. എനിക്കൊരു വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ ഇറ്റ്സ് ഓൾ അപ് ടു യു. നിങ്ങളുടെ കാശാണ്, ഹാർഡ് ഏൺ മണിയാണ് എനിക്ക് തരുന്നത്. നിങ്ങൾക്ക് വെർത്തായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യാം. അല്ലാത്തവർക്ക് ഞാൻ ഫീൽ ഫ്രീ മാൻ.
ഞാൻ എന്തായാലും തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് മാക്സിമം വരാം. ഇറ്റ് വിൽ ബി എ ഹെൽപ്ഫുൾ ഫോർ മീ. ബിക്കോസ് മറ്റേ ഈ ഇനീഷ്യലിൽ മാത്രം എടുത്തിട്ടേ കാര്യമുള്ളൂ. ബിക്കോസ് അല്ലാത്ത പക്ഷേ അവന്മാർ പൂക്കിക്കൊണ്ട് പോകും. അത് ഈ പത്തിയേട്ടവന്മാർ ഇൻസ്റ്റാഗ്രാം. അതിന് മുന്നേ ആയിട്ട് വല്ലതൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ തന്നെ ഈ യൂട്യൂബിലെ മെമ്പർഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ തരുന്ന സൂപ്പർ ചാറ്റ് എല്ലാ അവന്മാരും 30-40% കട്ട് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. കഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ അവന്മാർ മുക്കിക്കൊണ്ട് ഭാവേം ചെയ്യും. പറഞ്ഞിട്ട് കാര്യമില്ലടേ. പണ്ട് യൂട്യൂബ് അങ്ങനെയല്ല, 100% നിങ്ങൾക്ക് നിങ്ങൾ കാശ് എന്ന് പറഞ്ഞിട്ട് അതാണ്. അപ്പോൾ എന്താണെങ്കിലും വാട്സാപ്പ് സബ്സ്ക്രിപ്ഷൻ വരുന്നു. അതേപോലെ OnePlus അങ്ങ് ചൈനയല്ല കേട്ടോ, ഇവിടെയൊന്നും വരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒരു ഹാൻഡ് ഹെൽഡ് ഒരു ആക്സസറി വന്നിരിക്കുകയാണ്. ഫോണിനെ എടുത്തിട്ട് ആ സാധനത്തിൽ വെച്ചിട്ട് മറ്റേ കൺട്രോളർ ഉണ്ടല്ലോ ആ സാധനം, അതിൽ മറ്റേ കൂളിംഗ് സിസ്റ്റം ഒക്കെ വരണുണ്ട്. പൊളപ്പ സാധനം. ഇതാണ് എൻ്റെ വീഡിയോ, കണ്ടില്ലേ? അത് തന്നെ. പിന്നെ ഈ കാണുന്നതാണ് ഈ വർഷം ഇറങ്ങാൻ പോകുന്ന iPhone 18 Pro സീരീസിൻ്റെയൊക്കെ കളറ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പോവും. അതായത് ബ്ലാക്ക് മിക്കവാറും കാണും. എല്ലാവരും ബ്ലാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷം ഏറ്റവും കൂടുതൽ, എനിക്ക് റെക്കോർഡായിരിക്കും, ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഫോൺ വിറ്റ റെക്കോർഡ് ഐഫോണിനായിരിക്കും. എല്ലാവരും കൊതിക്കണ കളറാണ് ആ ബ്ലാക്ക്. അത് കഴിഞ്ഞിട്ട് ചെറിയ റെഡ്, ഒരു ലൈറ്റ് നീല കളറും, പിന്നെ വേറെ അതൊരു മറ്റേ സാധാ കളറും. ഇതിൽ ഏതെങ്കിലും ഒരു കളറ് അമ്മ ഞോണ്ട് 3 കളറേ വരത്തുള്ളൂ, അല്ലാതെ 4 കളർ വരാൻ ചാൻസ് ഇല്ല. അതിൽ ബ്ലാക്ക് എന്തായാലും കാണും, ഫോർ ഷുവർ കാണും. എല്ലാവരും ബ്ലാക്ക് എടുക്കത്തുള്ളൂ. അതേപോലെ S26 സീരീസിൽ ഉണ്ടായിരുന്ന AI ഫീച്ചേഴ്സൊക്കെ ഇല്ലേ, അത് പഴയ ഫോണുകളിലും വരും. അവരെ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. എല്ലാവരുടെ S24 S25 എല്ലാത്തിലും വരും AI പരിപാടികൾ. പോയാ ആര് പറഞ്ഞു പോയി? ഞാൻ പറഞ്ഞു പോയി, അവിടെ ഇരി. പിന്നെ സാംസങ് LPDDR4 4x റാമും നിർത്തി, അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യണം നിർത്തി. ഇനി തൊട്ട് LPDDR5 5x റാമേ കിട്ടത്തുള്ളൂ. അപ്പോൾ 2026 കൂടെ നിങ്ങൾക്ക് ഈ 4x 4 റാം കിട്ടത്തുള്ളൂ. അപ്പം ഫോണുകളിലും ഇനി 5x വരുന്നത്. അടുത്ത വർഷം തൊട്ട് നോ LPDDR4x റാം. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഗുഡ്. ചിലവന്മാർ മേടിച്ച് വയ്ക്കും, ഇത് തീർക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ഒരുപാട് ബൾക്കിന് മേടിച്ച് വെച്ചിട്ട് ഏതെങ്കിലും വാങ്ങിയ ഫോണിൽ 4x ഒക്കെ വെച്ച് അങ്ങ് ഇറങ്ങും. ഈ 10,000 20,000 താഴെ പറഞ്ഞ ഫോണിലൊക്കെ അടിച്ചിറങ്ങും. അപ്പോൾ എന്തിനാണെങ്കിലും അതാണ്, നല്ല ന്യൂസാണിത്. സാംസങ് നന്നായി. അതേപോലെ സാംസങ്ങിൻ്റെ മറ്റൊരു ഇതിൽ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോൽകോം സ്നാപ്ഡ്രാഗൺ 8 Gen 6 ഇല്ലേ, അത് സാംസങ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകണം, TSMC ആയിരിക്കുമല്ലോ. CSMCക്ക് ഒന്നാമത്തെ കാര്യം നിക്കർ ഇടാൻ പോലും സമയമില്ല. പിന്നെ ചൈനയും തായ്വാനുമായിട്ടുള്ള ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ചിലപ്പോൾ എന്തെങ്കിലും ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ TSMC എല്ലാവരും ഒന്ന് നൈസായിട്ട് ഒഴിവാക്കണം. ആകെപ്പാടെ ആപ്പിളും അവർ ഭയങ്കര കത്തിയായി. അത് അവർക്ക് ഇഷ്ടം പോലെ എൻക്വയറീസ് ഉണ്ട്, പക്ഷേ ഉണ്ടായി കൊടുക്കാനുള്ള സമയമോ സാധനങ്ങളോ ഇല്ല. അപ്പോൾ നൈസായിട്ട് കോൽകോം സാംസങ്ങുമായിട്ട് ഷേക്കാൻഡ് കൊടുത്തിരിക്കുകയാണ് 2 നാനോമീറ്റർ ഉണ്ടാക്കാനായിട്ട്. പക്ഷേ കോൽകോം ആകെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിൻ്റെ മറ്റേ ഇസ്തിരിപ്പെട്ടി പരിപാടി നടക്കൂല, അത് നിങ്ങൾ ഗ്യാരണ്ടി തരണം. ഇസ്തിരിപ്പെട്ടി ആയി കഴിഞ്ഞാൽ നടക്കൂല. അപ്പോൾ സാംസങ് പറഞ്ഞ് നമ്മളത് സെറ്റ് ചെയ്തോളാം. ബിക്കോസ് അവർ 2022 അവസാനമായിട്ട് സാംസങ്ങും ഈ പറയുന്ന സ്നാപ്ഡ്രാഗണും ഈ കോൽകോമുമായിട്ടുള്ളൊരു ബന്ധം വന്നത്. അതാണ് നമ്മുടെ 8 Gen 1 ഇല്ലേ, സ്നാപ്ഡ്രാഗൺ 8 Gen 1, അതാണ് അമ്മമാർ അവസാനമായിട്ട് ഉണ്ടാക്കിയത്. അതിനുശേഷം ഈ ഇസ്തിരിപ്പെട്ടി ആവണോടെ അമ്മമാർ നിർത്തി, അവരെ ബ്രാൻഡിനെ ഭയങ്കരമായിട്ട് ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണെങ്കിലും അടുത്ത വർഷം മിക്കവാറും 8 Gen 6 സാംസങ് ആയിരിക്കും ഉണ്ടാക്കാൻ പോണത്. കണ്ടറിയാൻ എന്തിനാവുമെന്ന്. പിന്നെ ഉള്ളത് നമ്മൾ ആധാർ, അതായത് ആപ്പിളിൻ്റെ അടുത്തൊക്കെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞ ആധാറിൻ്റെ ആപ്പില്ലേ, അത് നിങ്ങൾ പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അതായത് ഫോൺ തുറക്കുമ്പോൾ തന്നെ ആധാറിൻ്റെ ആപ്പ് വേണം. അതേപോലെ വേറൊരു ആപ്പ് ഉണ്ട്, എന്നിട്ട് വേറൊരു ആപ്പ് ഉണ്ട്. ഈ 2 ആപ്പും വേണമെന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് കൊടുത്ത് അവന്മാർ പോയി പണി വാങ്ങാൻ പറഞ്ഞു. ഗൂഗിള്, സാംസങ്, ആപ്പിൾ എല്ലാവരും പറഞ്ഞ് നടക്കൂലെന്ന്. അതൊരു വലിയ ഇഷ്യൂ ഒന്നും അല്ല കേട്ടോ. ഒരു ആപ്പ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് തിങ്. പക്ഷേ കമ്പനി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനി ആസ് എൻ ആപ്പിളാണിത് പറഞ്ഞത്. അവർ പറഞ്ഞത് സെപ്പറേറ്റ് ലൈൻ ഓഫ് ഇത് ഇന്ത്യക്ക് വേണ്ടി മാത്രമായിട്ട് വെക്കേണ്ടി വരുമെന്ന്. അതായത് ഇന്ത്യയിലെ രാജ്യത്തിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരുമെന്ന്. അങ്ങനെയൊക്കെ അവരെന്തൊക്കെയാണ് പറഞ്ഞ് കൺവിൻസൊക്കെ ചെയ്തിട്ട് ഗവൺമെൻറ് പറഞ്ഞാൽ വേണ്ട, സാരമില്ല, നമ്മൾ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഏപ്രിൽ 30 നമ്മുടെ OnePlusൻ്റെ പാഡ് 4 ലോഞ്ച് ചെയ്യുകയാണ്. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ആണെന്ന് തോന്നുന്നു ചിപ്സെറ്റ്, 144 Hz റിഫ്രഷ് റേറ്റ്, 13,000 സംതിങ് mAh ബാറ്ററി, 50,000 രൂപ വില. അത് തന്നെ മലയാളം, വേറെ ഒന്നുമില്ല, 50,000 രൂപ. അതിൽ കുറഞ്ഞ് ഒരു പരിപാടി ആ ടാബ് നോക്കണ്ട. എനിക്ക് തോന്നുന്നു 5G പരിപാടിയൊന്നുമില്ല, അത് സിമ്മൊന്നും ഇടാനൊന്നും പറ്റുന്നില്ല, വൈഫൈ മാത്രമാണ്.
വലിയ ടാബാണ്. എൻ്റെ കയ്യിൽ പാഡ് 3 ഇരിപ്പുണ്ട്, OnePlusൻ്റെ. കിഡിലൻ സാധനമാണ്, കിഡിലും നല്ല വെയിറ്റും നല്ല കിഡിലൻ ടാബുമാണ്. അതേപോലത്തെ മറ്റൊരു ടാബ്, അത്രേ ഉള്ളൂ. അത് ഞാൻ ഒന്നും കൂടെ പറയണം, OnePlus പാഡ് ഈ ഇറങ്ങാൻ പോകണം എടുക്കണമെന്നില്ല. OnePlus പാഡ് 3 എടുത്താൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അത്ര തന്നെ. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറച്ചും കൂടെയൊക്കെ പ്രൊഡക്ടിവിറ്റിയൊക്കെ ആയിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ ഐപാഡ് എടുക്കുക. അതായത് പടം വരയ്ക്കണം, തേങ്ങ മാങ്ങ, മറ്റേ കുറച്ചും കൂടെയൊക്കെ വീഡിയോ എഡിറ്റിംഗ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഐപാഡ് എയർ തൊട്ട് അങ്ങോട്ട് നോക്കുക. അതിൻ്റെ താഴെ ഈ പറയുന്ന 10, 11 ഉണ്ടല്ലോ, അതെന്നൊക്കെ പറഞ്ഞാൽ സാധാ പരിപാടി ചെയ്യാം, മനസ്സിലായില്ലേ. പിന്നെ സാംസങ്ങിൻ്റെ ടാബ്, സിനിമ കാണുക അങ്ങനെയൊക്കെ ഉള്ളതെങ്കിലും സാംസങ്ങിൻ്റെ പാഡുണ്ട്, ഈ OnePlus പാഡുണ്ട്. ഷവോമി പാഡ് 8 കിടിലൻ സാധനമുണ്ട്. ഷവോമി പാഡ് 8 ഗെയിമിംഗ് ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, എന്തും അത് നടക്കും. ഷവോമിയുടെ ഗ്യാസ് പറഞ്ഞപ്പോഴാണ് ഷവോമി ഒരു TV ഇറക്കിയിരിക്കുകയാണ്. ഷവോമി STV മിനി LED അങ്ങനെ എന്തിനാണ് ഇതിൻ്റെ പേര്. 48,000 സംതിങ് രൂപയ്ക്കാണ് ഇത് സ്റ്റാർട്ടിങ് വരുന്നത്. നിങ്ങൾ 50 ഇഞ്ച് എന്താണ് 48,000 രൂപ. മറ്റേ QD മിനി LED ടെക്നോളജിയാണ്. അടിപൊളി സാധനം, ഒരു കിടിലൻ TV ആണ്. ഷവോമിയുടെ TV അത്യാവശ്യം അടിപൊളിയാണ്, ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ആക്ച്വലി എ വെരി നൈസ് TV. നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് മേടിക്കുക. ഷവോമിയുടെ .com-ലോ വല്ല ഷോറൂമിലൊക്കെ പോയി കിട്ടും. പിന്നെ ഹുവാവിയുടെ കേസ് അറിയാലോ, ഒരുപാട് ഫോണുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ പൂറ സീരീസുമായിട്ട് അവന്മാർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒന്നും പറയണത്. പുതിയ പ്യൂറ സീരീസുമായി ഹുവാവി വന്നിരിക്കുകയാണ്. മറ്റേ തുടക്കണേ അടക്കണയൊക്കെ ഫോണൊക്കെ ഉണ്ട്. അതായത് മറ്റേ റെക്റ്റാങ്കുലർ ഷേപ്പിൽ എക്സ് എന്നാണ് എൻ്റെ പേര്. പിന്നെ മറ്റേ പ്യൂറയുടെ 90 അൾട്രാ പ്രോ മാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. ക്യാമറ സെൻട്രിക് ഫോണാണ്. ചിപ്സെറ്റിൻ്റെ അവസ്ഥയും പഴയ അവസ്ഥ തന്നെ, മറ്റേ ശോകം തന്നെ. പിന്നെ മറ്റേ ഗൂഗിൾ സർവീസ് ഇല്ല. ഫോട്ടോഗ്രാഫിയിൽ മറ്റേ മുടിചൂടാ മല്ലന്മാരാണ്. നമ്മൾ ഇനി തൊട്ട് അവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സെൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പോസ്റ്റ് ചെയ്യണ ഒരു സാധനമുണ്ട്. അല്ലെങ്കിൽ ചിലവർ ഇങ്ങനെ കാണിക്കും, ചിലവർ ഇങ്ങനെ, അല്ലെങ്കിൽ ചിലവർ ഇങ്ങനെ കാണിക്കില്ലേ. ഇത് AI വെച്ചിട്ട് നിങ്ങൾക്ക് പോസ് പറഞ്ഞു തരും, എങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്ന് ക്യാമറ പറഞ്ഞു തരും, ഒരു സിനാറിയോ അനുസരിച്ചിട്ട്. അത് കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഹുവാവി ബിൽഡ് ക്വാളിറ്റി ആയിക്കോട്ടെ, സാധനം ആയിക്കോട്ടെ, എല്ലാം സെറ്റാണ്. ഡിസൈനൊക്കെ വേറെ ലെവൽ ഫോണിൻ്റെയൊക്കെ. അപ്പോൾ എന്തിനാണെങ്കിലും പുതിയ കുറച്ച് ഫോൺ ചൈനയിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പുതിയ ഇറങ്ങാൻ പോണ പിക്സൽ ഫോണിൽ മിക്കവാറും ബാക്കിൽ ഒരു ലൈറ്റ് വരാൻ സാധ്യതയുണ്ട്. പിക്സൽ ഗ്ലോ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് ലൈറ്റ് ഇൻഡിക്കേഷനാണ്, അതായത് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇപ്പോൾ ഈ പ്ലങ്ങനെ ഇപ്പോൾ കേട്ടില്ല, അതേപോലെയൊക്കെ പ്ലങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ആ ലൈറ്റ് അടിക്കും. അപ്പോൾ അങ്ങനെ എന്തോ ഒരു സാധനം ലൈറ്റ് അടി പരിപാടിയുമായിട്ട് പിക്സൽ വരുന്നുണ്ട്. അവരെ പുതിയ ഇറങ്ങാൻ പോണ 11 പ്രോയിലും 11 സീരീസിലും നമുക്ക് നോക്കാം. മറ്റേ സാധനം ഉണ്ടല്ലോ, ഏറ്റവും ചൂട് ടെമ്പറേച്ചർ നോക്കണ ഒരു സാധനം ഉണ്ടായിരുന്നു ബാക്കിൽ. ഒരുത്തന്മാരും അത് നോക്കൂലായിരുന്നു, എന്തോ മറ്റേ പനി നോക്കാനും ചൂടുവെള്ളത്തിന്. അത് അവന്മാരെടുത്ത് കളയാണ്, അതിന് പകരം ഈ ലൈറ്റ് കൊണ്ടുവരും, അത് തന്നെ. പിന്നെ അടുത്ത വർഷത്തെ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ്, അതായത് S27 അൾട്രയിലൊക്കെ മിക്കവാറും UFS സ്റ്റോറേജ് 5.0 ആയിരിക്കും വരാൻ പോകണം. 4.1 പോലും അല്ല, 5.0 അവന്മാർക്ക് മനസ്സിലായി. ഈ വർഷം S26 അൾട്രയിൽ 4.0 ആണ് അവന്മാർ കൊടുത്തത്. 4.1 പോലും 4.0 ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അവന്മാരാണ് കേട്ടോ, സാംസങ്. എന്നിട്ട് പോലും അവന്മാർ 4.0 ആണ് S26 അൾട്രയിൽ കൊടുത്തേക്കുന്നത്. അതൊക്കെ എന്തിനാ ചെയ്യട്ടെ, എന്തിനാണെങ്കിലും വരണം, അത് തന്നെ. പിന്നെ DJI ഒരുപാട് സാധനങ്ങൾ ഇറക്കിയിരിക്കുകയാണ്. അതിൻ്റെ പുതിയ മൈക്ക് വന്നിട്ടുണ്ട്, മൈക്ക് മിനിയുടെ പുതിയ പതിപ്പ് വന്നിരിക്കുകയാണ്. ആ പതിപ്പിൽ കൊള്ളാം കേട്ടോ. നമുക്ക് ഈ ഔട്ടർ സാധനം ഉണ്ടല്ലോ, നമുക്ക് പല കളർ കൊടുക്കാൻ പറ്റും. പച്ച, നീല, മഞ്ഞ, മറ്റേത് മറിച്ചത്, മറ്റേ മിക്സഡ് കളർ എന്നൊക്കെ പറ്റി നമുക്ക് മാഗ്നറ്റിക്കലി ഈ സാധനം ഊരിയിട്ട് ആ കളർ ഇങ്ങനെ വെക്കാം നമ്മുടെ മൂഡ് അനുസരിച്ചിട്ട്. അങ്ങനത്തെ ഒരു പരിപാടി വരുന്നുണ്ട്. പിന്നെ 32 ബിറ്റ് ഫ്ലോട്ടൊക്കെ വരുന്നുണ്ട്, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാധനം, സേഫ്റ്റി ട്രാക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെയാണ്. പിന്നെ മറ്റേ DJI Osmo Pocketൻ്റെ 2 പതിപ്പ് ഇറങ്ങാൻ പോവുകയാണ്. ഒരെണ്ണം ഇറങ്ങി, DJI Osmo Pocket 4. അതിൽ നമുക്ക് 4K 240 സ്ലോ മോഷൻ ഒക്കെ എടുക്കാം. പിന്നെ മറ്റേ സ്ക്വയർ ഷേപ്പ് സെൻസറാണ്, 1 ഇഞ്ച് ടൈപ്പ്. മെഗാ പിക്സൽ എന്തോ കൂട്ടി, 40 മെഗാ പിക്സലാണ്, 30 മെഗാ പിക്സൽ എന്തോ കൂട്ടിയിട്ടുണ്ട്. പിന്നെ DJIയുടെ DJI Osmo Pocket 4P, അതിൽ നമുക്ക് വേറൊരു എക്സ്റ്റേണൽ ഒരു സൂമിൻ ഓപ്ഷനും കൂടെ വരികയാണ്. അതായത് മറ്റേ സെൻസർ സൂമാണ്. ഇത് നമുക്ക് ഓൾറെഡി 3S ഒപ്റ്റിക്കലും കൂടെ വരികയാണ്. 2 കണ്ണ്. ഓക്കെ, ഈ 2 കണ്ണ് വെച്ച് വന്നതിനെ കണ്ടിട്ട് Insta360 ഇറക്കി 2 കണ്ണായി. അവന്മാർ ഒരു കണ്ണുള്ളത് 2 കണ്ണുള്ളത് ഇറക്കി. മറ്റേത് 6x ഒപ്റ്റിക്കലെന്ന്. ഈ Insta360 ലൂണ എന്നാണ് എൻ്റെ പേര്. പിന്നെ അവന്മാർ ഒരു ഡ്രോൺ ഇറക്കി DJI. പിന്നെ ഒരു മൊബൈൽ മറ്റേ സാധനം ഉണ്ടല്ലോ, മൊബൈൽ ഗിംബൽ, അങ്ങനത്തെ സാധനം ഇറക്കി. ഇതൊക്കെ ചൈനയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇറങ്ങുമായിരിക്കും, മുട്ടാൻ വിലയുമായിരിക്കും, ആരും നോക്കണം. ആ DJI Osmo Pocket എങ്ങനെ പോയാലും 50-55 രൂപയാവും. മറ്റേ ക്രിയേറ്റർ കിറ്റും മറ്റേതൊക്കെ വെച്ച് വരുമ്പം. അപ്പോൾ
വേണ്ടവർക്ക് വാങ്ങിക്കി. മറ്റേ 3 Pro ഇൻസ്റ്റാ 3 ഓസ്മോ പോക്കറ്റ് 3 വെച്ച് നോക്കുമ്പോൾ വലിയ മാറ്റമൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ എന്തായാലും കുറച്ചും കൂടെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കാണും. എന്നെ മേടിക്കുകയാണെങ്കിൽ മറ്റേതെടുക്കണം, ഈ പറയണ ഇൻസ്റ്റാ പോക്കറ്റ് 4P മറ്റേ 3x ഒപ്റ്റിക്കലൊക്കെ പറഞ്ഞ് അത് എടുക്കുക, എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ട്. അല്ലാത്ത വശം നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ഷോർട്സ് ഞോണ്ടിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരാണ് നിങ്ങൾക്ക് ലിമിറ്റ് വയ്ക്കാൻ കേട്ടോ. ആരും വെക്കാനൊന്നും പോകണില്ല, പക്ഷേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓഫ് ചെയ്തിടാം, ഷോർട്സേ വേണ്ടാന്ന് വയ്ക്കാം, അല്ലെങ്കിൽ ഷോർട്സിന് ലിമിറ്റ് വയ്ക്കാം, ഇത്ര സമയം മാത്രം ഞോണ്ടിയാൽ മതി എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാനല്ലേ, നിങ്ങൾ വിചാരിക്കും ഞാൻ ക്രിയേറ്ററാണ്, ഞാൻ എപ്പോൾ നോക്കിയാലും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. എൻ്റെ സ്ക്രീൻ ടൈം വളരെ കുറവാണ്. ഞാൻ ചുമ്മാ പറയണമല്ല, ഞാൻ ഒരു സമയത്തിരുന്ന് നോക്കും, അല്ലാത്ത വശം ഇല്ല. ഞാൻ ഇപ്പോൾ ഒരു ആളെ കാണാൻ പോകണം, എൻ്റെ ഫോൺ ഞാൻ സൈഡിലോട്ട് മാറ്റി വയ്ക്കും. പിന്നെ ഫോണൊന്നും സാധനം നോക്കില്ല. ഞാൻ ഒരു ഡിന്നറിന് പോകണം, ഞാൻ ഫോൺ നോക്കില്ല. ആ ഒരു മൊമെൻറ്റിൽ അവരുമായിട്ട് സംസാരിക്കാനേ നോക്കത്തുള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങ് വയ്ക്കും. അങ്ങനെയാണ്. സോ ട്രൈ ടു റെഡ്യൂസ് സ്ക്രീൻ ടൈം ഗൈസ്. പിന്നെ ഞാൻ പോലെ ഒരുപാട് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വേണം നമ്മുടെ ലോങ് ഫോർമാറ്റ്. ഇതൊക്കെ ഞാൻ പോലെ എൻ്റെ ഒരു ലക്കാണ്. എനിക്കൊരു 1 ലക്ഷം വ്യൂസൊക്കെ ഇപ്പോൾ ഇതിന് കിട്ടുന്നത്, ഈ നമ്മുടെ ചായ വിത്ത് ടെക്കിന്. അതിന് ഒരു വലിയ താങ്ക്സ് കേട്ടോ, നിങ്ങൾ കാരണമാണ് ഞാൻ ജീവിച്ചു പോകണം. താങ്ക്സ്. പിന്നെ ഷവമിയുടെ അടുത്ത വർഷം ഇറങ്ങാൻ പോകണം, ഈ വർഷം അവസാനം ഇറങ്ങാൻ പോണ ഷവമി 18 Pro സീരീസിൽ AI ബട്ടൺ വരണമെന്ന്, പുതിയൊരു AI ബട്ടൺ. എന്തിനാണോ എന്തോ, വരുമ്പോൾ കാണാം, നോക്കാം. പിന്നെ ഗോപ്രോ മറ്റേ ആക്ഷൻ ക്യാമറ ഇട്ട് അവന്മാർ പുതിയൊരു സാധനം ഇറക്കിയിട്ടുണ്ട്, മിഷൻ 1 എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാ മറ്റേ ഇൻ്റർചേഞ്ചബിൾ ലെൻസൊക്കെ വയ്ക്കാമെന്ന്, ഇത്ര വലിയ ഈ ചുണ്ണാമ്പി സാധനത്തിൽ. പിന്നെ എന്തിൻ്റെ നമ്മൾ എന്നാൽ പിന്നെ നമുക്ക് DSLR ക്യാമറ വാങ്ങിച്ചാൽ പോരെ, മിറർലെസ് ഏതെങ്കിലും മറ്റേ ചെറുത്, മറ്റേ ക്യാനൻ്റെ പവർ ഷോട്ടാ, സോണി CV-E1 എടുത്താൽ പോരെ. എന്തിനാണ് ഈ ഇൻസ്റ്റാ 360 ആ ചുണ്ണാമ്പി മറ്റേ 1 ഇഞ്ച് ടൈപ്പ് സെൻസറിൽ മറ്റേ ഇൻ്റർചേഞ്ചബിൾ ലെൻസ്? ഇതൊരു കോമഡിയാണെന്തോ ഗോപ്രോ കാണിച്ചേക്കുന്നത്. എനിക്കറിയണം, എനിക്കത് കണ്ടിട്ട് വർക്കൊന്നും ആയില്ല. വലിയ വിലയൊക്കെ വെച്ചിട്ട് അവൻ സാധനം ഇറക്കിയിട്ടുണ്ട്, വേണവർക്ക് പോയി നോക്കാം കേട്ടോ എൻ്റെ വിലയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ അറിയാമല്ലോ, എല്ലാവരും ട്രംപിൻ്റെ വലിയ ഫാൻസാണ്. അപ്പോൾ ആ ട്രംപിൻ്റെ ഫാൻസിന് വേണ്ടിയിട്ട് ട്രംപ് ഒരു ഫോൺ ഇറക്കണുണ്ട്, ഒരു ഗോൾഡൻ കളർ ഫോൺ. അപ്പം നിങ്ങൾ ട്രംപിൻ്റെ ഒരു ആത്മാർത്ഥ ഡൈഹാർഡ് ചഞ്ചുലനായ ഒരു ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ മേടിക്കാം. വലിയ വിലയൊന്നും കാണാനൊന്നുമില്ല, പക്ഷേ ട്രംപ് സപ്പോർട്ടർ ഇത് വെച്ച് തന്നെ ഫോൺ ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. എന്നാലും നീയൊക്കെ പഠിക്കുകയുള്ളൂ. ഈ അൺബർണിക് എന്ന് പറയുന്നൊരു ബ്രാൻഡുണ്ട്. എൻ്റെ ഈ ഒരു ചാനലിൽ തന്നെ അവരെ ഹാൻഡ് ഹെൽഡ് മറ്റേ ഗെയിമിംഗ് കൺസോളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവരൊരു പുതിയൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്, സ്ലൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ വരുന്ന ഒരു ഗെയിമിംഗ് കൺസോള്. ചെറിയ മറ്റേ ഈ ഹാൻഡ് ഹെൽഡ് ഗെയിമിംഗ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ. അൺബർണിക്കാണ്, ഒരു വലിയ ബ്രാൻഡാണ്. അവർ ഈ ഒരു ടെക്കിലാണ് അവന്മാർ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. അവരൊരു പുതിയ പ്രോഡക്റ്റ് അത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചായ വിത്ത് ടെക്കുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ ഗൈസ്, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൺസിസ്റ്റന്റ് സപ്പോർട്ട്. എനിക്ക് ആകെ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. എൻ്റെ ലൈഫിൽ ഞാൻ ജീവിക്കുന്ന സമയത്ത്, ഞാൻ വളർന്ന സമയത്തൊന്നും ഒരിക്കലും ഒരു മതത്തിൻ്റെ പേരിലോ ഒരു ഇതിൻ്റെ പേരിലോ ഞാൻ ആരെയും അടികൂടിയിട്ടില്ല. ഞാൻ ആരുമായിട്ട് അങ്ങനെ വേർതിരിച്ച് കണ്ടിട്ടുമില്ല. പ്ലീസ്, 2026 ആയപ്പം ഇറ്റ്സ് വെരി ഹാർഡ് ടു സേ ദാറ്റ് വർഗീയത ഇസ് കമ്മിങ് ബാക്ക്, ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് മാൻ. ഞാൻ ജീവിച്ച് വളർന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലല്ല. ശരിയാണ്, നമ്മുടെയൊക്കെ ഞാനൊക്കെ വളർന്നു വന്ന സാഹചര്യത്തിൽ ഒരുപാട് അടിയും പിടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല ആൾക്കാർ പല കാര്യങ്ങളും പറഞ്ഞ് ഒരാളെ മാറ്റി നിർത്തുന്നതോ അടി കൂടുന്നതോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാവുന്നില്ല എന്നല്ല, പക്ഷേ ഞാൻ അത് കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞൊരു നമ്മൾ വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് അതിൽ നിന്നൊക്കെ ഇവോൾവായി നമ്മൾ മതമൊക്കെ വിട്ട് നമ്മളൊരു മനുഷ്യത്വം എന്നൊക്കെ ഉള്ളൊരു കാര്യത്തിലോട്ട് നമ്മൾ വരും എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. ഐ നെവർ തോട്ട് ദറ്റ് ദിസ് ഡേ വുഡ് കം വെയർ വി ബിൻ സെഗ്രിഗേറ്റഡ് അക്കോർഡിംഗ് ടു അവർ റിലീജിയൻ കാസ്റ്റ്. സോ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, എനിക്ക് എന്തുകൊണ്ട് അത് അങ്ങനെ ആയി, അല്ലെങ്കിൽ ഈ പഴയകാല ചിന്താഗതി എങ്ങനെ 2026 വന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ജസ്റ്റ് വോണ്ടഡ് ടു സേ ദാറ്റ് ജസ്റ്റ് സീ അനദർ പേഴ്സൺ ആസ് എ പേഴ്സൺ. ഒരു മനുഷ്യനായി തന്നെ കാണുക. അതിൽ ചെറുതോ വലുതോ അങ്ങനെ ആരുമില്ല. നോബഡി, ഒരു സംഭവമില്ല. നമ്മളെല്ലാ എണ്ണത്തിൻ്റെയും ഇതിങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ ചോര തന്നെയാണ് വരുന്നത്. അല്ലാതെ വേറൊരുത്തിൻ്റെ ഒന്ന് വെള്ളമോ വേറെ വലുതോ ഒന്നും വരില്ല. മറ്റേ ഗോൾഡ് അങ്ങനെയൊന്നുമില്ല. എവ്രിബഡി ഹാസ് ബ്ലഡ്. സാഹചര്യങ്ങൾ പല ആൾക്കാരെയും ബാഡാക്കും ഗുഡാക്കും. ദാറ്റ്സ് അക്കോർഡിംഗ് ടു ദം. അവർ വളർന്ന സാഹചര്യവും അവരെ കൊണ്ടുപോകുന്ന ലൈഫും ഒക്കെയാണ് അത് ആക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ചൂസിങ് ദ റൈറ്റ് പീപ്പിൾ ഇൻ യുവർ ലൈഫ്. നമ്മളുടെ സൗഹൃദം ആയിക്കോട്ടെ, നമ്മളുടെ പങ്കാളി ആയിക്കോട്ടെ, അതെല്ലാം നമ്മളുടെ ചോയ്സസാണ്. എനിക്ക് ആകെ ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോപ്പ്
segregating people. Just understand we are all same species. That's it. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ഹാവ് എ ചായ. ചിയേഴ്സ് ടു ഈച്ച് ആൻഡ് എവരി വൺ. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ.